തിരുവനന്തപുരം കിളിമാനൂരിൽ ഭൂവുടമ അറിയാതെ വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയതായി പരാതി. ആറ്റിങ്ങൽ സ്വദേശി രത്നാഭായിയുടെ ഭൂമിയിൽ നിന്നാണ് അജ്ഞാതർ മണ്ണ് കടത്തിയത്. സമ്മതപത്രം വ്യാജമായി നിർമ്മിച്ചായിരുന്നു ക്രമക്കേട്. ഭൂവുടമ പോലീസിനും കളക്ടർക്കും പരാതി നൽകി. നമ്മൾ ആറ്റിങ്ങൽ ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം, അവനമഞ്ചേരി. അപ്പോൾ അമ്മ 2017 ഈ സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. കുഞ്ഞമ്മ വാങ്ങിച്ച് അത് പോക്കുവരവ് ചെയ്ത് അമ്മയുടെ പേരിലാണുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ പോകാൻ വന്ന വഴിക്ക് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഈ പുരയുടെ ഇടിച്ച് താത്ത് മണ്ണെടുത്ത് കടത്തിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഒക്കെ എടുത്തേക്കുന്നു. അമ്മ ഒപ്പിടുകയോ വേറെ യാതൊരു പേപ്പറും ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല. സ്വകാര്യ വ്യക്തിയുടെ 52 സെൻറ്റ് സ്ഥലത്താണ് ഈ മണ്ണെടുപ്പ് അനധികൃതമായി നമ്മൾ കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വസ്തു ഉടമയുടെ പേരിൽ വ്യാജ രേഖ ചമച്ച് ആണ് ഈ മണ്ണെടുപ്പ് നടത്തിയത്. ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്നാണ് മണ്ണെടുപ്പ് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ബന്ധപ്പെട്ട ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ കളക്ടർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കാരിൻ്റെയൊക്കെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പഞ്ചായത്ത് ഇതിനെ കാണുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ആരാണ് ഈ മണ്ണ് കടത്തൽ സംഘം? എന്താണ് ഇവരുടെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ? വേണു, തിരുവനന്തപുരം കിളിമാനൂർ പഴയകുന്നുമേൽ പഞ്ചായത്ത് പരിധിയിലാണ് അനധികൃതമായി മണ്ണ് കടത്തൽ നടന്നിരിക്കുന്നത്. ഈ ആറ്റിങ്ങൽ സ്വദേശിയുടെ സ്വകാര്യ ഭൂമിയിൽ നിന്നാണ് മണ്ണ് കടത്തിയത്. ഈ ആറ്റിങ്ങൽ സ്വദേശി കിളിമാനൂരിലുള്ള പുരയിടത്തിൽ എത്തുമ്പോഴാണ് ഈ മണ്ണ് കടത്തലിന്റെ കാര്യം പുറത്തറിയുന്നത്. തുടർന്ന് പഞ്ചായത്തിലും കളക്ടർക്കും പരാതി നൽകുകയായിരുന്നു. മാത്രമല്ല, ഈ തങ്ങളുടെ രേഖ വ്യാജമായി ഉണ്ടാക്കിയാണ് മണ്ണ് കടത്തിയതെന്ന ഗുരുതരമായ ആരോപണം കൂടി ഭൂവുടമ ആരോപിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കണമെങ്കിൽ ഈ വ്യക്തിയുടെ സമ്മതപത്രം വേണം. ഈ സമ്മതപത്രം വില്ലേജ് ഓഫീസിൽ നൽകി അവിടെ നിന്ന് ജിയോളജി വകുപ്പിലേക്ക് കൈമാറിയ ശേഷമായിരിക്കും ഈ മണ്ണ് എടുക്കുന്നതിന് അന്തിമ അനുമതി നൽകുക. പക്ഷേ ഈ ചട്ടങ്ങളോ നിയമങ്ങളോ ഒന്നും തന്നെ പാലിച്ചില്ല എന്നതാണ് ഈ ഭൂവുടമ പരാതിയായി പറയുന്ന കാര്യം. ഇതിൽ വലിയ തരത്തിലൊരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നും അനധികൃതമായി വ്യാപകമായി മണ്ണ് കടത്തിയെന്നും ഈ വ്യക്തി പറയുന്നുണ്ട്. ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ നിന്ന് വ്യാപകമായി മണ്ണ് എടുക്കുന്നുണ്ട്. പക്ഷേ ഈ അനധികൃതമായി എങ്ങനെ മണ്ണ് കടത്തി എന്നതാണ് ഈ സ്വകാര്യ ഭൂവുടമയും ചോദിക്കുന്ന കാര്യം. ഈ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കുമാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയെ തുടർന്ന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതർ നിലവിൽ അനധികൃത മണ്ണ് കടത്തൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജിയോളജി വകുപ്പ് എങ്ങനെ ഭൂവുടമയുടെ അനുമതി ഇല്ലാതെ ഈ മണ്ണെടുക്കാൻ അനുമതി നൽകി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. വ്യാജരേഖ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് നിലവിൽ. വേണു, ശരി. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.